ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പിന്നാക്കാവസ്ഥയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും തമ്മിൽ ബന്ധമില്ലെന്ന് ജസ്റ്റിസ് JB കോശി 24നോട്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല റിപ്പോർട്ട് തയ്യാറാക്കിയത്. സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചാണ് കമ്മീഷൻ മുന്നോട്ട് പോയത്. അനുഭാവപൂർവ്വം പരിഗണിച്ചാൽ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് റിപ്പോർട്ടെന്നും അദ്ദേഹം 24നോട് പറഞ്ഞു. ജസ്റ്റിസ് JB കോശി കമ്മീഷന് തത്വത്തിൽ അംഗീകാരം നൽകിയിരിക്കുകയാണ് മന്ത്രിസഭ. ഒരു പ്രത്യേക അജണ്ടയായിട്ട് എടുത്തുകൊണ്ടാണ് മന്ത്രിസഭ അതിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. വൈകിപ്പോയി എന്ന് തോന്നുന്നു. ഞങ്ങളുടെ ജോലി റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ്. വളരെ ബുദ്ധിമുട്ടി. ഞാൻ മാത്രമല്ല, മുൻ DVGP ജേക്കബ് പുന്നൂസും ക്രിസ്റ്റി ഫെർണാണ്ടസും ഗവൺമെൻറ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഞങ്ങൾ 3 പേരും കൂടെ മിക്കവാറും എല്ലാ ജില്ലകളിലും സന്ദർശിച്ച് എവിഡൻസ് കളക്ട് ചെയ്ത് കിട്ടിയ പരാതികൾ ഒത്തിരി 10,000-ലധികം പരാതികളാണ് കിട്ടി. അതിനൊക്കെ ഗവൺമെൻറ്റിലോട്ടും കൊടുത്ത് അവരുടെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയ റെപ്രസെൻറ്റേഷനും എല്ലാം കൺസിഡർ ചെയ്ത് സാക്ഷികളെ അനുസരിച്ച് എഴുതിയ റിപ്പോർട്ടാണ്. അത് ഞങ്ങളുടെ ജോലി റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളൂ. ഞങ്ങൾ റിപ്പോർട്ട് ബുദ്ധിമുട്ടി പഠിച്ചു കൊടുത്തു. അപ്പോൾ അത് നടപ്പാക്കാൻ തീരുമാനിച്ചു എന്നറിഞ്ഞ് വളരെയേറെ സന്തോഷമുണ്ട്. സമസ്ത മേഖലയും പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന് തന്നെ പറയുന്നത്. എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് പറയുന്നത്. ഞങ്ങൾ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല, ആരുടെയും ബെനിഫിറ്റ്സ് എടുത്ത് കളയണമെന്നും പറഞ്ഞിട്ടില്ല. കൊടുക്കേണ്ടത് കൊടുക്കണം. ഇപ്പം ദളിത് ക്രൈസ്തവരുടെയും ലത്തീൻ കത്തോലിക്കയൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എല്ലാ പരാതികളും കൺസിഡർ ചെയ്തിട്ടുണ്ട്. വളരെ വിശദമായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 300-ലേറെ ശുപാർശകളാണ് നമ്മൾ കമ്മീഷൻ റിപ്പോർട്ടിലായിട്ട് പരാമർശിച്ചിട്ടുള്ളത്. അതിൽ തത്വത്തിൽ 200 ചില്ലാനം കാര്യങ്ങൾക്കാണ് അംഗീകാരം നിലവിൽ ലഭിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പരിഗണിക്കണം, അർഹമായ പരിഗണന അതിന് കിട്ടണം എന്ന് കരുതുന്നു. സർക്കാർ പറഞ്ഞിട്ടുണ്ട് നിയമം നിർമ്മാണം വേണ്ടിയെടുത്ത് അതും പരിഗണിക്കുക. എല്ലാ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുമ്പം ജനങ്ങൾ പറയുമ്പോൾ നല്ലതാണെന്ന് പോലും നടപ്പാക്കട്ടെ. അപ്പോൾ നമുക്ക് റിപ്പോർട്ട് കൊടുക്കാനേ പറ്റത്തുള്ളൂ. സർക്കാർ മേലെ അടിച്ചേൽപ്പിക്കാനോ അത് നിയമം നടപ്പാക്കാനോ ഇന്ന രീതി നടപ്പാക്കണമെന്ന് പറയാനോ ഒന്നും ഒരു അധികാരമില്ല. ഇല്ലാത്ത അധികാരങ്ങളെ ഉപയോഗിക്കാനും ഒന്നും പറ്റില്ല. വാക്കുകളിൽ കൃത്യമാണ്. അതായത് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം അത് പൂർണ്ണമായി തന്നെ നിറവേറ്റിയിട്ടുണ്ട്. അത് അർഹമായ പരിഗണനയോടെ സർക്കാർ അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ഒരു വിഭാഗത്തെ മാത്രമല്ല, സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ള ആളുകളെ പരിഗണിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.